ഷോർട്ട് ഹാൻഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇത് കണ്ട് എല്ലാവരും അത് ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാലും അത് ഇപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഇതൊരു വലിയ സബ്ജക്റ്റാണിത്. നിങ്ങളുടെ കുട്ടികൾക്കും മുതിർന്നവർക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഇത്. പിന്നെ നല്ലൊരു പോസ്റ്റാണിത്. ഇപ്പോൾ നല്ല PG കഴിഞ്ഞ കുട്ടികൾക്ക്, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് നല്ല പെട്ടെന്ന് ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒന്നാണ്. അതുകൊണ്ട് നിങ്ങളിതെല്ലാം ഇത് നല്ലപോലെ കേട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ളവർ പഠിക്കണം. അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ കൂട്ടുകാരുടെ മക്കളെല്ലാം ഉണ്ട്, അവർക്ക് നിങ്ങളിതെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് ഇതൊരു നല്ലൊരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ കരുതണം. എൻ്റെ വിദ്യാഭ്യാസം നിങ്ങളിലേക്ക് ഞാൻ തരികയാണ്. ഇനിയും നല്ല നല്ല രസമുള്ള ക്ലാസ്സുകളുണ്ട്. ടൈപ്പിൻ്റെ ക്ലാസ്സിൽ ശരിക്കുണ്ട്. അത് ഇപ്പം നിങ്ങൾ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഷോർട്ട് ഹാൻഡ്. വാട്ട് ഈസ് ഷോർട്ട് ഹാൻഡ്? ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷോർട്ട് ഹാൻഡ്? അത് പറയുന്നത് ഷോർട്ട് ഹാൻഡ് ഈസ് ആൻ ആർട്ട് ഓഫ് represented the spoken sound by character. അതിന്റെ ക്യാരക്ടർ എന്നോ ഫോണോഗ്രാഫിയാണ്. ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഫോണോഗ്രാഫി, സൗണ്ട് കേട്ട് എഴുതുന്ന ഒരു സബ്ജക്റ്റാണ് ഇത് ഷോർട്ട് ഹാൻഡ്. ഫോണെന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് അല്ലേ? ഫോണോഗ്രാഫി എന്ന് വെച്ചാൽ സൗണ്ട് കേട്ട് എഴുതുന്ന ഒരു സബ്ജക്റ്റാണിത്. പിന്നെ അതേപോലെ തന്നെ അത് കണ്ടുപിടിച്ചത് ആരായിരിക്കും? സർ ഐസക് പിറ്റ്മൻ ആണ് ഇത് കണ്ടുപിടിച്ചത്. എന്ന് കണ്ടുപിടിച്ചത് ഫസ്റ്റ് എഡിഷൻ 1837 കണ്ടുപിടിച്ചത്. സെക്കൻഡ് എഡിഷൻ എന്താണ്? 1840 പബ്ലിഷ് ചെയ്തു. അത് അല്ലേ കണ്ടുപിടിച്ചത്. സെക്കൻഡ് എഡിഷൻ 1840 നമുക്ക് പബ്ലിഷ് ചെയ്തത്. പിന്നെ ഒരു സ്ട്രോക്കിന് പിന്നെ ഇത് നമുക്ക് ഒരു സ്ട്രോക്കിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/6 ആണ് ഇഞ്ച്. 1/6 ഇഞ്ചാണ്. അപ്പം നമുക്കത് നോക്കാം. നമുക്ക് ഒരേ സ്ട്രോക്കുകളും നിങ്ങൾ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാം, വരച്ച് കൊടുത്തപ്പോൾ വയ്ക്കുന്നു. പക്ഷേ ഒരേ സ്ട്രോക്കിന് എത്രയൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രോക്കിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച് ആയിരിക്കും ഒരു സ്ട്രോക്കിൻ്റെ നീളം എന്ന് പറയുന്നത് അല്ലേ? പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് അതേപോലെ 24 സ്ട്രോക്കുകൾ ഉണ്ടായിരിക്കും. നമുക്ക് എത്ര സ്ട്രോക്കുകളുണ്ട്? 24 സ്ട്രോക്കാണ്. 24 സ്ട്രോക്കിൽ അത് ഒന്ന് അപ്പോർഡായിട്ട് കൊടുക്കും, ഒന്ന് ഡൗൺ ബേഡ് ആയിക്കണം. അതാണ് എന്ത് പറയുന്നത്? 26 സ്ട്രോക്ക് എന്നുള്ള പറയുന്നത് അല്ലേ? ഇനി അതേപോലെ തന്നെ നമുക്ക് എത്ര വവല് പഠിക്കാനുണ്ട്? അതിൽ 12 വവല് നമുക്കതിൽ പഠിക്കാനുണ്ട്. അപ്പം ഇതാണ് ഇതിനെ ഫസ്റ്റ് കൺക്ലൂഷൻ. ഇതാണ് മനസ്സിലായോ? അപ്പം അത് പിന്നെ അതിന് ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരേ അക്ഷരത്തിന് നമ്മൾ സ്ട്രോക്ക് എന്നാണ് പറയുന്നത് അല്ലേ? അത് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഇതെല്ലാം പഠിക്കും. ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ ഈ അക്ഷരങ്ങളാണ്. അക്ഷരങ്ങളെയാണ് നമ്മളെന്ന് പറയുന്നത് സ്ട്രോക്കുകൾ എന്ന് പറയുന്നത്. ആ ഒരു അക്ഷരം തന്നെ നമുക്ക് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? 2 എലമെന്റ്സ് ആയിട്ടാണ് തിരിക്കുന്നത്. ഒരു പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോക്കിന് എത്ര ആയിട്ട് തിരിച്ചിരിക്കുന്നത്? 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം അതിൽ ഒരു സ്ട്രോക്ക് എന്താണ്? ഒന്ന് തെളിപ്പിച്ച് തിക്കായിട്ടും ഒന്ന് തിന്നായിട്ടാണ്. ഒന്ന് തിന്നായിട്ട് എഴുതും, ഒന്നെന്താണ്? തിക്കായിട്ടാണ് എഴുതുന്നത്. അപ്പം ഒരു സ്ട്രോക്ക് തന്നെ ഒരു അക്ഷരം തന്നെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 2 ആയിട്ട് തിരിക്കുകയാണ്. അപ്പം ഒന്ന് തെളിപ്പിക്കാതെയും ഒന്ന് തെളിപ്പിച്ചും. അപ്പം അതിൻ്റെ സൗണ്ട് അനുസരിച്ചാണ് നമുക്ക് ഇങ്ങനെയാണ് ഇത് ഈ ഷോർട്ട് ഹാൻഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇതാണ്.